ഈ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കണ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ജീവനുണ്ടെന്നല്ലേ പറഞ്ഞേ, എൻ്റെ അമ്മ പോയില്ല, ഇനി എനിക്ക് ആരുണ്ട് കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളടുത്ത് വന്നിട്ട് കരയുന്ന ആ അവസ്ഥയിൽ നമുക്ക് ആ അമ്മയോട് എന്ത് പറയണമെന്നറിയാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ സ്റ്റക്കായി നിന്നൊരവസ്ഥയാണ്. കാരണം നമുക്ക് പൊട്ടി കരയാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കും. കൂട്ടക്കരച്ചിലും എല്ലാം കൂടെ കാണുമ്പോഴത്തേക്കും നമുക്കങ്ങോട്ട് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ആദ്യമായിട്ടാണ് ഒരു മരിച്ചൊരു കുഞ്ഞിനെ അല്ലെങ്കിൽ അങ്ങനൊരു ബോഡി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കിന്നും ഓർമ്മയുണ്ട്, ആ കൊച്ചിൻ്റെ കണ്ണ് രണ്ട് തുറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തൊരു ചെറിയ ചതവുണ്ട്. എൻ്റെ കൂടെ അന്ന് നന്ദു എന്നൊരു പയ്യനുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് ഞങ്ങൾ ഒന്ന് ആഹാരം കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല. കുഞ്ഞിനെ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് എനിക്കിപ്പോഴും ഇങ്ങനെ പിടിക്കുമ്പോൾ എനിക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഞാൻ ആ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തിട്ടാണ് ഞാൻ ആ അവിടുത്തെ മൊബൈൽ മോർച്ചറിയിൽ ഞാൻ കൊണ്ട് വെക്കണത്. ഞാൻ ഓൾറെഡി മാരി ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പം കുട്ടികളെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ ആ ഒരു കുഞ്ഞിനെ നമ്മൾ എടുത്ത് നമ്മുടെ തോളിൽ ഇങ്ങനെ വെച്ച് ഒന്ന് ആലോചിക്കണം. അപ്പം ആ കുഞ്ഞ് ജീവനില്ലാത്ത കുഞ്ഞിനെ നമ്മളെടുത്ത് ആ മൊബൈൽ മോർച്ചറി കൊണ്ടുവെക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും കരഞ്ഞു പോയി. ഈ ലാസ്റ്റ് ടൈം ഞാൻ അടുത്തൊരു കേസിലെന്ന് പറഞ്ഞാൽ അത് ഏതാണ്ടൊരു 30-40% പൊള്ളിയിട്ടുണ്ട് ശരീരം. ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കര എന്താ പറയുക, ഒരിടത്ത് കിടക്കില്ല. അപ്പോൾ അവരുടെ ഈ തൊലിയാണ് മെയിനായിട്ട്. ഈ കരിഞ്ഞ തൊലി ഇപ്പം ഈ വെപ്രാളത്തിൽ നമ്മളെ കയറി പിടിക്കുകയൊക്കെ ചെയ്യും, നമ്മുടെ കയ്യിലേക്ക് കയറി പിടിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ പിടിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കരിഞ്ഞ തൊലി നമ്മുടെ ശരീരത്തൊക്കെ പറ്റും. അതിൻ്റെ ചോരയും അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല്ലാണ്. അതുപോലെ തന്നെ വെള്ളത്തിൽ വീണ് മരിച്ച ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്മെല്ലാണ്. ഈ സൂയിസൈഡിൽ തൂങ്ങി മരിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ശരീരത്തിൻ്റെ പ്രത്യേക സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും മനുഷ്യൻ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് മനുഷ്യനുള്ളതെന്നുള്ള കാര്യം നമ്മൾ അവിടെ ആ ഒരു അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും ജീവിതത്തിൽ മനസ്സിലാക്കുക എത്രത്തോളം ഉണ്ടോ, അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലാവും. നമസ്കാരം, എൻ്റെ പേര് വിജയ്. ഞാനൊരു ആംബുലൻസ് ഡ്രൈവറാണ്. കേരളത്തിൽ ചിലപ്പോൾ ആദ്യത്തെ ഒരു ഡിസേബിൾഡ് ആംബുലൻസ് ഡ്രൈവറായിരിക്കും ഞാൻ. കാരണം എനിക്ക് രണ്ട് കാലിനും ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ആംബുലൻസ് ഫീൽഡിൽ വന്നിട്ട് ഇപ്പോൾ 2 കൊല്ലമായി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ആംബുലൻസ് മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു ആംബുലൻസ് ഫീൽഡിൽ ഫസ്റ്റായിട്ട് ഞാൻ കാലെടുത്ത് വെക്കുന്നത് ട്രിവാൻഡ്രത്തു നിന്നാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു 1 ഇയറായിട്ട് ഞാനിപ്പം ഇവിടെ എറണാകുളത്തുണ്ട്. എറണാകുളം ആലുവയിൽ കെയർ ആംബുലൻസ് സർവീസിലാണ് ഇപ്പം ഞാൻ എൻ്റെ ജേർണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 വർഷം ത്തിന് മുമ്പ് ഞാൻ എൻ്റെ സ്റ്റഡീസിൽ ഞാൻ ഫോക്കസ് ചെയ്യുമായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വെറ്റിനറി സർജൻ പഠിച്ചുകൊണ്ടിരുന്നിട്ട് ആ കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ഈ ഒരു ആംബുലൻസ് ഫീൽഡിലേക്ക് ഇറങ്ങിയ വ്യക്തിയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിനുള്ളൊരു താല്പര്യം കൊണ്ടാണ്. കാരണം ആകെ ഒരു ജീവിതമേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്തൊരു ജന്മം ഉണ്ടോ നമുക്കറിയില്ല. അപ്പം നമ്മളെ കൊണ്ട് ഈ ഒരു ജന്മത്തിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം, അല്ലെങ്കിൽ ഒരു 10 പേർക്ക് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ മനസ്സിലെങ്കിലും നമുക്കൊരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ആംബുലൻസ് ഫീൽഡിൽ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമായിരിക്കും, ഇപ്പോൾ ഡ്രൈവിംഗ് ഫീൽഡിൽ ഇത്രയൊക്കെ ഒരുപാട് ലോജിസ്റ്റിക് ആയാലും അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഓട്ടോ മേഖലയായാലും അല്ലെങ്കിൽ ഹെവി ഡ്രൈവറിൻ്റെ മേഖലയായാലും എന്തുകൊണ്ട് ആ ഒരു മേഖല ചൂസ് ചെയ്യാതെ എന്തുകൊണ്ട് ഈ ആംബുലൻസ് സർവീസിൽ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാ ഡ്രൈവർമാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയല്ല. ലൈക്ക് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല മനസ്സുകൂടി വേണം, പിന്നെ മനക്കരുത്ത് വേണം. പിന്നെ മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധാരണ ജീവിതം ഇപ്പോൾ 9 to 5 ജോബ് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ എണീറ്റ് രാത്രി കിടക്കുന്ന ആ ഒരു മേഖല, അങ്ങനെ ഒരു ശൈലി നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പോയിട്ട് പെട്ടെന്ന് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് ചെല്ലുന്ന സമയത്ത് എനിക്ക് പണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ ഒരു പയ്യനുണ്ടായിരുന്നു, കണ്ണൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ്റെ കൂടെ ആകെ കുറച്ച് ദിവസങ്ങളിൽ മാത്രം ആംബുലൻസ് ഫീൽഡിൽ പോയൊരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. ശരിക്കും വണ്ടി ഓടിച്ചോ അല്ലെങ്കിൽ റിയലായിട്ട് കേസ് എടുത്തോ അല്ലെങ്കിൽ RTA കേസ് അങ്ങനെയുള്ള കേസുകൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കേസുകൾ, വീട്ടിൽ നിന്നുള്ള കേസുകളൊന്നും എടുത്ത് നമുക്കങ്ങനെ വലിയ പരിചയമില്ല. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഈ എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് ഈ ഒരു വെറ്റിനറി സർജൻ എന്ന് പറയുന്ന ഒരു കോഴ്സിൽ പോവുകയും പിന്നെ അവിടെ നിന്ന് പഠിക്കുകയും പിന്നെ ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നൊരു സംഭവത്തിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ ഒരു ഇൻട്രസ്റ്റ് കയറി. പക്ഷേ എനിക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ആംബുലൻസ് മേഖലയിലോട്ട് ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ട്രിവാൻഡ്രത്ത് ചെല്ലുന്ന സമയത്ത് ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൂയിസൈഡ് കേസാണ്. അപ്പോൾ ഒരു 21 വയസ്സ് പ്രായമുള്ളൊരു പയ്യൻ, പ്രണയ നൈരാശ്യമാണ്. അപ്പോൾ ആൾ കയറി ഹാങ് ചെയ്തു.
അപ്പോൾ ഞാൻ ആദ്യം നമുക്കൊരു കോള് വന്ന് ഞാൻ അവിടെ പോകുന്ന സമയത്ത് ഞാൻ കാണുന്നൊരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യൻ ഇങ്ങനെ തൂങ്ങിയിരിക്കുകയാണ്. കയറി ചെല്ലുമ്പം തന്നെ ഹാങ് ചെയ്ത് നിൽക്കുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഒരാൾ, അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഈ അടുത്തുള്ള മരണങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പോകാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ജീവിതത്തിൽ ഒരാൾ ഹാങ് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പം അന്നേരം നമ്മുടെ മനസ്സിന് ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്കായി പോകും. കാരണം നമുക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്കായി പോകും. പിന്നെ അവിടെയുള്ള കൂട്ടക്കരച്ചിലും എല്ലാം കൂടെ കാണുമ്പോഴത്തേക്കും നമുക്കങ്ങോട്ട് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ അവിടെ കയറി ചെല്ലുന്ന സമയത്തെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പയ്യനെ ഇറക്കാൻ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ചെന്ന് കാണുന്നതേ ഇതാണ്. അപ്പോൾ ഈ അമ്മേനെയും വീട്ടുകാരെയൊക്കെ മാറ്റി നിർത്തിയേക്കാണ്. അപ്പോൾ ഈ അമ്മ എന്തോ സാധനം മേടിക്കാനെ കൊണ്ട് വെളിയിൽ പോയ സമയത്തായിരുന്നു ഈ പയ്യൻ കയറി തൂങ്ങണം. അപ്പോൾ ആളെ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മെയിനായിട്ടും പൾസാണ് നോക്കിയത്. അപ്പം ബ്രീത്തിങ് ഉണ്ടോ എന്ന് നോക്കി, പൾസ് ഉണ്ടോ എന്ന് നോക്കി. അപ്പം ഏറെക്കുറെ നമുക്കിപ്പം ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു ആൾ മരിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാലും നമുക്കതൊരിക്കലും ആ വീട്ടിൽ വെച്ച് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഹോസ്പിറ്റലിൽ അതൊരു പ്രോട്ടോക്കോളാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഡോക്ടർമാർ നോക്കി ഡയലേറ്റർ റെറ്റിന എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതൊക്കെ നോക്കിയിട്ട് ഡോക്ടർമാരാണ് ശരിക്കും പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരിക്കലും ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ അമ്മ അവിടെ നിന്ന് ആ ഒരു കരയുന്നു. ഇപ്പം എനിക്ക് ഒരു അമ്മയുണ്ട്. അപ്പം ഞാൻ വളർന്നു വന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അച്ഛനില്ലാതെ വളർന്നു വന്നതാണ്. അപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ്. അപ്പോൾ ഒരമ്മ അല്ലെങ്കിൽ ഈ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കണ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം നമ്മളെ അവരുടെ വയറ്റിൽ കിടക്കുമ്പം തന്നെ നമ്മളെ ആദ്യമായിട്ട് സ്നേഹിക്കുന്നവർ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനൊരു അമ്മ അവിടെ ഇരുന്നിട്ട് ആ ഒരു പയ്യന് വേണ്ടിയിട്ട് അലമുറയിട്ട് കരയുന്ന ഒരു കാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ആ ടൈമിൽ പെട്ടെന്ന് എൻ്റെ അമ്മേനെ എനിക്ക് ഓർമ്മ വന്നത്. അപ്പം ഞാൻ അമ്മേനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു, കുഴപ്പമില്ല, പൾസുണ്ട്, ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് പയ്യനെ ആംബുലൻസിൽ കയറ്റി നേരെ ഹോസ്പിറ്റലിൽ എത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ മരിച്ചു എന്ന് അവിടെ നിന്ന് സ്വീകരിച്ചു. പിന്നെ തിരിച്ച് ആ പയ്യൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡിയായിട്ടാണ് ഞാൻ ആ വീട്ടിലോട്ട് ചെല്ലുന്നത്. അപ്പോൾ എനിക്കിന്ന് ഓർമ്മയുണ്ട്, ആ അമ്മ വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ ആ ഒരു രീതിയിലുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നീ ജീവനുണ്ടെന്നല്ലേ പറഞ്ഞേ, എൻ്റെ മുമ്പ് പോയില്ലേ, ഇനി എനിക്ക് ആരുണ്ട് കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളടുത്ത് വന്ന് കരയുന്ന ആ അവസ്ഥയിൽ നമുക്ക് ആ അമ്മയോട് എന്ത് പറയണമെന്നറിയാത്തൊരു സിറ്റുവേഷനിൽ ഞാൻ സ്റ്റക്കായി നിന്നൊരവസ്ഥയാണ്. കാരണം നമുക്ക് പൊട്ടിക്കരയാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനസികമായിട്ട് നമ്മൾ സ്ട്രോങ് ആണെങ്കിലും നമ്മളിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് വീക്കായി പോകും. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ മനസ്സിൻ്റെ ഫുൾ കരുത്ത് നമ്മൾ കൈ പിടിച്ചിട്ട് നമ്മൾ അമ്മേനെ സമാധാനിപ്പിക്കുകയും എടുക്കുകയും ചെയ്തിട്ടാണ് പിന്നെ തിരിച്ചു വന്നത്. പിന്നെ രണ്ടാമത് ഒരു ഇൻസിഡൻ്റാണ് ഒരു 3 മാസം 3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെ സ്വന്തം അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കൂടെ കൈ പിടിച്ച് റോഡ് സൈഡിൽ കൂടെ പോയൊരു കുഞ്ഞിൻ്റെ മേത്തോട്ട് വെള്ളം അടിച്ചിട്ട് ബൈക്കിൽ വന്നൊരു പുള്ളി ഇടിച്ച് ആ കുഞ്ഞ് തെറിച്ച് പോയി വീണ്. അപ്പോൾ ഹെഡ് ഇഞ്ചുറി ആയിരുന്നു. അപ്പോൾ ആ കുഞ്ഞിനെ ഇതേപോലെ അവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഓൾറെഡി അവർ മരണം സ്ഥിരീകരിച്ചു. എന്നിട്ടും അവിടുന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വീട്ടുകാരെ അറിയിക്കാതെ തന്നെ കൊണ്ടുപോയതാണ്. അപ്പോൾ ഈ അമ്മേനെ ഈ IC ആംബുലൻസിൻ്റെ ഫ്രണ്ട് സീറ്റിലായിരുത്തി, ഒരിക്കലും ബാക്കിലിരുത്തിയില്ല. അപ്പോൾ IC ആംബുലൻസ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം. കുറച്ച് പേർക്കൊക്കെ അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ഒരു ഹോസ്പിറ്റൽ ICയിൽ ഏതൊക്കെ മെഷീനറീസ് ഉണ്ടോ അതൊക്കെയും ഈ IC ആംബുലൻസിലും ഉണ്ടാകും. ലൈക്ക് സക്ഷൻ മെഷീൻ, അതുപോലെ തന്നെ പേഷ്യൻ്റ് മോണിറ്റർ, അതുപോലെ തന്നെ വെൻറ്റിലേറ്റർ സപ്പോർട്ട്, O2 സപ്പോർട്ട്, കൂടെ ഒരു EMD ഉണ്ടാവും, ഒരു നേഴ്സും ഉണ്ടാവും, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ അമ്മേനെ ഇവർ ഫ്രണ്ടിലിരുത്തിയിട്ട് ബൈസ്റ്റാൻഡേഴ്സായ കുറച്ച് ആൾക്കാരെ ബാക്കിലിരുത്തിയാണ് ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഭൗതിക ശരീരം ഞാൻ പിറ്റേ ദിവസമാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കുന്നത്. ലൈക്ക് ഓൾറെഡി കുട്ടി മരിച്ചു, എൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട്. അപ്പം ഈ കുട്ടിയുടെ ഏതോ ഒരു ബന്ധു വരാൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ കുട്ടീനെ മോർച്ചറി വെക്കാനായിട്ട് ആദ്യം കൊണ്ടുപോയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ നമ്മുടെ ആംബുലൻസിൽ, എൻ്റെ ആംബുലൻസാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു മരിച്ചൊരു കുഞ്ഞിനെ അല്ലെങ്കിൽ അങ്ങനൊരു ബോഡി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് എനിക്കിന്നും ഓർമ്മയുണ്ട്, ആ കൊച്ചിൻ്റെ കണ്ണ് 2 തുറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തൊരു ചെറിയ ചതവുണ്ട്. എൻ്റെ കൂടെ അന്ന് നന്ദു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് ഞങ്ങൾ ഒന്ന് ആഹാരം കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല. കാരണം ആ കുഞ്ഞിനെ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് എനിക്കിപ്പോഴും ഇങ്ങനെ പിടിക്കുമ്പോൾ എനിക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഞാൻ ആ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തിട്ടാണ് ഞാൻ അവിടുത്തെ മൊബൈൽ മോർച്ചറിയിൽ ഞാൻ കൊണ്ട് വെക്കണത്. അപ്പോൾ ഒരു 3 വയസ്സ് പ്രായവും 4 മാസം ഉള്ളൊരു കുഞ്ഞിനെ, അതൊരു പെൺകുഞ്ഞാണ്. അപ്പോൾ അത് എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി മാരി ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പം കുട്ടികളെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ ആ ഒരു കുഞ്ഞിനെ നമ്മൾ എടുത്ത് നമ്മുടെ തോളിൽ ഇങ്ങനെ വെച്ച്
ഒന്ന് ആലോചിക്കണം. അപ്പം ആ കുഞ്ഞ് ജീവനില്ലാത്ത കുഞ്ഞിനെ നമ്മളെടുത്ത് ആ മൊബൈൽ മോർച്ചറിയിൽ കൊണ്ട് വെക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും കരഞ്ഞു പോയി. ഞാനും എൻ്റെ കൂടെ നിന്ന പയ്യനും കരഞ്ഞു പോയി. അപ്പോഴും നമ്മൾ ഈ വണ്ടി ഇടിച്ചവനെയാണ് ഈ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷേ അവനെ രക്ഷിക്കാൻ പറ്റിയില്ല, ആൾ മരിച്ചുപോയി. എന്നിരുന്നാലും ആ ഒരു കുഞ്ഞിനെ എടുത്ത് അതെനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അന്ന് തൊട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഇൻഫ്ലുവൻസിങ് മേഖലയിലോട്ട് വരുന്നത്. ഞാൻ വീഡിയോസും കാര്യങ്ങളും ഇട്ട് തുടങ്ങിയത്. കാരണം എനിക്കറിയാം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വലിയൊരു മാറ്റം ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. എന്നിരുന്നാലും ഒരു 100 പേരിൽ 10 പേർക്കൊരു ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഇൻഫ്ലുവൻസിങ്ങിലോട്ട് ഇറങ്ങുന്നത്. അന്നതൊരു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നി. കാരണം അന്ന് ആ ഒരു കുഞ്ഞിനെ അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം വണ്ടിയെടുത്ത് റൂമിൽ വന്ന് ഇരുന്നിട്ടും അതിങ്ങനെ മനസ്സിൽ നിന്ന് പോകാത്തൊരവസ്ഥയായിരുന്നു. അന്ന് രാത്രി പോലും ഞങ്ങൾ പിന്നെയും ഇത് തന്നെ പറഞ്ഞുകൊണ്ട് തിന്നിട്ട് ആ ഒരു പിറ്റേന്ന് രാവിലെ കഴിയുന്നവരെ ഇത് തന്നെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞെടുത്തൊരു കേസാണ് കാട്ടാക്കട ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ നിന്നൊരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരന് പെട്ടെന്നൊരു നെഞ്ചുവേദന പോലെ വന്നതാണ്. അപ്പം നെഞ്ചുവേദന പോലെ വന്നിട്ട് അപ്പം ഈ മകനാണ് കൂടെ ഉള്ളത്. മകനെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുള്ളി ഭയങ്കര അറ്റാച്ച്ഡാണ് ഈ അച്ഛനുമായിട്ട്. അപ്പം അന്ന് ആ അച്ഛനെ എടുത്തുകൊണ്ട് പോകുന്ന ടൈമിൽ O2 സപ്പോർട്ടൊക്കെ വെച്ചാണ് പോയത്. പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് സീഷർ എന്ന് പറഞ്ഞ സംഭവം വരും. നമ്മൾ O2 സപ്പോർട്ട് പോകുന്ന ടൈമിൽ സീഷറോ കാര്യങ്ങളോ അടിച്ചു കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ പ്രോപ്പറായിട്ട് ചരിച്ച് കിടത്താൻ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ലങ്സിലേക്ക് ഫ്ലൂയിഡ് പോവുകയും അതുപോലെ തന്നെ ചോക്കിങ് വരികയും എഡിമ വരികയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അതാണ് ഞാൻ പറയാൻ വന്നത്. മെയിനായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബേസിക് ആംബുലൻസിൽ ഒരു ഡ്രൈവറേ ഉണ്ടാവുള്ളൂ. കാരണം ഈ ബേസിക് എന്ന് ഉദ്ദേശിക്കുന്നതിനകത്ത് ഒരു O2 സപ്പോർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആക്സിഡൻറ്റ് സോണിൽ നിന്ന് ആളുകളെ എടുത്ത് എത്രയും അടുത്ത് ഹോസ്പിറ്റലുണ്ടോ അത്രയും അടുത്തുള്ള ഹോസ്പിറ്റൽ. ഇപ്പം 108ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 108 ഓൾറെഡി ഒരു EMT ഉണ്ടാവും, ഒരു ഡ്രൈവറും ഉണ്ടാവും. അപ്പം അതിൽ കുറച്ച് ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു ബേസിക് ഇപ്പം നിരത്തുകളിൽ കാണുന്ന പല ചെറു വണ്ടികൾ അതെല്ലാം ബേസിക് ആംബുലൻസാണ്. അപ്പോൾ അതിലൊന്നും ഒരു പേഷ്യൻ്റ് മോണിറ്ററോ അല്ലെങ്കിൽ ഒരു EMTയോ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഒരൊറ്റ ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഡ്രൈവറാണ് ആ എൻ്റയർ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും, ഈ ചെറിയ വണ്ടികൾ ഇങ്ങനെ അടിച്ചു വിട്ട് ഭയങ്കര സ്പീഡിൽ പോകുന്നു, വണ്ടികളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നു, പേടിപ്പിച്ച് പോകുന്നു, അല്ലെങ്കിൽ ഹോൺ അടിച്ച് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വണ്ടിയിൽ കിടക്കുന്ന പേഷ്യൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് വെളിയിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ചിലപ്പം അതൊരു സ്റ്റെമി വന്ന പേഷ്യൻ്റ് ആവാം, ഒരു കാർഡിയാക് അറസ്റ്റിലോട്ട് പോകുന്നൊരു പേഷ്യൻ്റ് ആവാം, ചിലപ്പോൾ അതൊരു RTA ആവാം. ഈ RTA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുണ്ട്. ഇപ്പോൾ കൈയും കാലും ഒടിഞ്ഞതുണ്ട്, ചതഞ്ഞതുണ്ട്, ചിലപ്പം തല പൊട്ടിയതായിരിക്കാം, ശരീരം മൊത്തം തൊലികളൊക്കെ പോയതായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള പേഷ്യൻറ്റിന് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബ്ലീഡിങ് വരുന്ന പേഷ്യൻറ്റിൻ്റെ മെയിനായിട്ട് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇപ്പം ഈ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സിന് അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലയെന്നുണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു കുഞ്ഞിനെ ഞാൻ ട്രിവാൻഡ്രത്ത് ഓടിക്കൊണ്ടിരുന്നപ്പോൾ എടുത്ത് അതെന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ തേക്കുന്ന ഒരു ക്രീം വാരി കഴിച്ചിട്ട്, അത് ആകെ 2 വയസ്സെന്തേ ഉള്ളൂ, ഫേസിൽ തേക്കണ ക്രീം ഐസ്ക്രീമാണെന്നും പറഞ്ഞ് വാരി കഴിച്ചു. അപ്പോൾ ഈ കഴിച്ചിട്ട് ഈ കുഞ്ഞ് ബോധരഹിതനാകാൻ പോകുന്ന ടൈമിൽ, അപ്പോൾ ഞാനാണ് വണ്ടി ഓടിക്കുന്ന, സൈഡിൽ മറ്റേ പയ്യൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവനോട് പറഞ്ഞാൽ നീ വണ്ടി എടുക്കും, ഞാൻ ബാക്കിൽ പോകാനുണ്ട്. നമ്മൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ബോധരഹിതനാകാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എന്താ അടുത്ത സ്റ്റെപ്പ് എന്താ ഉണ്ടാവും എന്നൊക്കെ പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. എന്നാൽ എല്ലാ കേസിലും നമുക്ക് O2 സപ്പോർട്ട് വെച്ച് പോകാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ചെറിയ വണ്ടികളൊക്കെ വരുമ്പോൾ മെയിനായിട്ടും നിങ്ങൾ സൈഡ് കൊടുക്കണം. അല്ലെങ്കിൽ ചെറിയ വണ്ടികളെന്നല്ല, ആംബുലൻസ് വരുമ്പോൾ സൈഡ് കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതാണ്. നമുക്കറിയില്ല അതിനകത്ത് എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പേഷ്യൻ്റാണ്. എല്ലാ ജീവനും നമ്മളെ സംബന്ധിച്ച് വാല്യുബിളാണ്. അപ്പോൾ അതുകൊണ്ട് വണ്ടികളൊക്കെ വരുമ്പോൾ സൈഡ് കൊടുക്കുക തന്നെ വേണം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ഓരോ കേസ് എടുത്തു കഴിയുമ്പം, ഇപ്പം ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന ടൈമിൽ എനിക്ക് കിട്ടിയ ആ ഒരു കേസിൻ്റെ രീതികളല്ല എറണാകുളത്ത് വന്നപ്പോൾ. ഇവിടെ മെയിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ വെള്ളത്തിൽ ചാടി മരിച്ച കേസുകളും, അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ ചാടി മരിച്ച കേസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ ഇപ്പോൾ തന്നെ റീസെൻ്റായിട്ട് ഞാനൊരു പുള്ളിക്കാരനെ ഇവിടെ ആലുവ പാലത്തിൻ്റെ താഴെ നിന്നെടുത്തു. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കുമ്പം കാണുന്നതെന്ന് വെച്ചാൽ ആൾ 3-4 മണിക്കൂറേ ആയിട്ടുള്ളൂ എടുത്ത് ചാടിയിട്ട്. അപ്പം ഈ ഒരു വാർത്ത അറിഞ്ഞ് നമ്മൾ പെട്ടെന്ന് അവിടെ ചെന്ന് കാണുമ്പോൾ ഈ 2 പില്ലറിൻ്റെ ഇടയ്ക്കായിട്ട് പുള്ളി ഇങ്ങനെ പൊങ്ങി കിടക്കുകയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഈ ആളെ എടുത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് കയ്യിലിങ്ങനെ മുറിച്ച പാടുണ്ട്. അപ്പോൾ ആൾക്ക് ഓൾറെഡി, ഇപ്പോൾ നമ്മളിത് ബൈസ്റ്റാൻഡർ വന്ന് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ആൾ സ്ട്രോക്ക് വന്നിട്ട് മാനസികമായിട്ട് തളർന്നു പോയ ഒരാളാണ്. അപ്പം പുള്ളിക്കാരൻ അങ്ങനെ എന്തോ കൈ മുറിക്കാൻ നോക്കി, അത് പറ്റാഞ്ഞിട്ട് ആൾ നന്നായിട്ട് നീന്തുന്ന ആളാണ്, വെള്ളത്തിലെടുത്ത് ചാടി മരിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അതുപോലെ തന്നെ ഒരു പയ്യൻ ട്രെയിനിൽ നിന്ന്
ട്രെയിനിൽ ഷൊർണൂരിൽ നിന്ന് ട്രെയിനിൽ വന്നിട്ട് ആ പാലത്തിൻ്റെ മണ്ടയിൽ നിന്നിട്ട് വെള്ളത്തിൽ ചാടി. പക്ഷേ ആ പയ്യനെ കിട്ടിയത് പിറ്റേന്ന് രാവിലെയാണ്. പിറ്റേന്ന് രാവിലെ കിട്ടിയപ്പോഴത്തേക്ക് ശരീരം മൊത്തം മുറിവും. പക്ഷേ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 3-4 ദിവസമൊക്കെ പഴകിയ ബോഡികൾ നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര കട്ടിയായിരിക്കും. നല്ല പാറക്കല്ല് പോലെ ഇരിക്കും. ഭയങ്കര വെയിറ്റും ആയിരിക്കും. അതുപോലെ തന്നെ അതിനൊരു പ്രത്യേക, ഞാൻ പറഞ്ഞില്ലേ, ഓരോ ശരീരം നമ്മളിപ്പം ഈ സൂയിസൈഡ് ചെയ്യുന്ന പല രീതികളുണ്ട്. ഇപ്പം വെള്ളത്തിൽ വീണ് മരിച്ച, അതല്ല ഇപ്പം ഈ തീ കൊളുത്തി മരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഈ ലാസ്റ്റ് ടൈം ഞാൻ എടുത്തൊരു കേസിലെന്ന് പറഞ്ഞാൽ അത് ഏതാണ്ടൊരു 30-40% പൊള്ളിയിട്ടുണ്ട് ശരീരം. ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കര, എന്താ പറയുക, ഒരിടത്ത് കിടക്കില്ല. അപ്പോൾ അവരുടെ ഈ തൊലിയാണ് മെയിനായിട്ട്. ഈ കരിഞ്ഞ തൊലി ഇപ്പം ഈ വെപ്രാളത്തിൽ നമ്മളെ കയറി പിടിക്കുകയൊക്കെ ചെയ്യും, നമ്മുടെ കയ്യിലേക്ക് കയറി പിടിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ പിടിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ കരിഞ്ഞ തൊലി നമ്മുടെ ശരീരത്തൊക്കെ പറ്റും. അതിൻ്റെ ചോരയും. അപ്പോൾ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല്ലാണ്. അതുപോലെ തന്നെ വെള്ളത്തിൽ വീണ് മരിച്ച ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്മെല്ലാണ്. ഈ സൂയിസൈഡ് ഇപ്പോൾ തൂങ്ങി മരിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു ശരീരത്തിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ടൈം ഇവിടെ നമ്മുടെ എറണാകുളത്തൊരു 5 പേര് ആത്മഹത്യ ചെയ്ത് അത് നമ്മളാണ് പോയി എടുത്തത്. അപ്പോൾ നമ്മളത് പോയി കാണുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ കയറി ചെന്ന് കാണുന്നത് തന്നെ ആ ഒരാൾ അവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു സൈഡൊന്നുമില്ല, ഈ സൈഡൊക്കെ നല്ല കറുത്തിട്ട്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഒന്നും അത് കണ്ട് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പം അങ്ങനെയൊക്കെ ഒരു അനുഭവം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തല ഇറങ്ങി വീഴും. പിന്നെ ആ ഒരു ഏരിയയിലോട്ട് അടുക്കാൻ പറ്റില്ല, ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ 3-4 ദിവസമൊക്കെ പഴകിയ ബോഡിയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു പെങ്കൊച്ചിനെ പീഡിപ്പിച്ചൊരു കേസുണ്ടായിരുന്നു. അപ്പം ചെന്ന് കാണുമ്പം അത് മരിച്ചൊരു ബോഡിയാണ്. അപ്പം അതും ഈ പറഞ്ഞ കണക്ക് നമ്മൾ അവിടെ നമുക്ക് മനസ്സിലാവും ശരിക്കും മനുഷ്യൻ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് മനുഷ്യനുള്ളതെന്നുള്ള കാര്യം നമ്മൾ അവിടെ ചെല്ലും. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും ജീവിതത്തിൽ മനസ്സിലാക്കുക ഇത്രത്തോളം ഉണ്ടോ, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ നമുക്കൊരു നമ്മുടെ മനസ്സിൽ വരും. പിന്നെ ഈ ഒരു ആംബുലൻസ് ഫീൽഡിൽ ഇറങ്ങിയിട്ട് എനിക്ക് മോശമായിട്ട് കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ്, ഒരു കേസ് ഇറക്കി ഞാൻ എറണാകുളത്തു നിന്ന് തിരിച്ച് ഇങ്ങോട്ട് ആലുവ വരുന്ന വഴിക്ക് ഒരു ട്രാഫിക്കിൽ വെച്ചിട്ടൊരു ബൈക്കുകാരൻ വന്ന് തട്ടി വണ്ടിയിൽ. അപ്പം ഞാൻ ഹോൺ അടിച്ച് കൊണ്ടുവച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്തിനാണ് നമ്മൾ ഈ വണ്ടി പണിഞ്ഞിട്ടേക്കുന്നത് ഇവരെപ്പോലുള്ളവർക്ക് നിങ്ങൾക്ക് ഇടിച്ച് പൊട്ടിക്കാനാണോ, അല്ലെങ്കിൽ വണ്ടി ശ്രദ്ധിച്ച് ഓടിച്ചൂടെ? അപ്പം പുള്ളി എടുത്ത വയൽ എന്നോട് പറഞ്ഞത്, നീ പോടാ ഞൊണ്ടിക്കാലാന്നാണ്. അപ്പോൾ എനിക്ക് കാര്യം പറയാനൊരു അവസരം തരുന്നതിന് മുമ്പേ പുള്ളി ആദ്യമേ നമ്മുടെ ഡിസബിലിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ കുറവിൽ പിടിച്ച് ആദ്യമേ നീ പോടാ ഞൊണ്ടിക്കാലാന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ അവിടെ സ്റ്റക്കായിപ്പോയി. കാരണം അവൻ്റെ മെൻറ്റാലിറ്റി അത്രയേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അതിൽ കൂടെ നമുക്കവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പം മെയിനായിട്ടും ഈ വണ്ടിയൊക്കെ എടുത്ത് റോഡിലോട്ട് ഇറങ്ങുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പലരും പല രീതിയിലുള്ള ഡ്രൈവേഴ്സാണ് നമ്മുടെ എറണാകുളത്ത്. അപ്പം ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ കാറുകാരന്മാർ, ഓട്ടോക്കാരന്മാർ, അതുപോലെ തന്നെ ബൈക്കിൽ വരുന്ന പയ്യന്മാർ. അതിൽ കാറിൽ വരുന്ന ആൾക്കാരുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ആംബുലൻസ് ബാക്കിൽ വരികയാണ്, അപ്പോൾ അവർ റൈറ്റ് ട്രാക്കിൽ നിൽക്കുകയാണെങ്കിൽ അപ്പം തന്നെ എടുത്ത് ലെഫ്റ്റ് വെക്കും. അപ്പം മെയിൻ ഒരു പ്രശ്നം, നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണക്കൂട്ടലാണ് വണ്ടി ഓടിക്കുക. അപ്പോൾ നമുക്കൊരു ഗ്യാപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വണ്ടിയുടെ വീതി നീളവും വെച്ചിട്ട് നമുക്ക് കയറിപ്പോകാൻ പറ്റുമെന്ന് നമുക്കൊരു ഏകദേശം ഐഡിയ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഐഡിയ വെച്ചിട്ടായിരിക്കും നമ്മൾ ആ വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ നോക്കുക. ആ സമയത്തായിരിക്കും ഇവർ പെട്ടെന്ന് എടുത്ത് വെട്ടിച്ച് വെക്കുന്നത്. അതുപോലെ തന്നെ ചില പെൺകുട്ടികളുണ്ട്, അവരുടെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ആംബുലൻസ് കണ്ടു കഴിഞ്ഞാൽ പാനിക്കാവണമാണ് മെയിനായിട്ട്. പാനിക്കായിട്ട് 2 കാലും എടുത്ത് തറയിൽ കുത്തി കഴിഞ്ഞിട്ട് ബ്രേക്ക് പിടിക്കാൻ നോക്കുക. 2 ബ്രേക്കും ഒരുമിച്ച് പിടിക്കും. ഈ 2 ബ്രേക്കും ഒരുമിച്ച് പിടിക്കരുത്, വണ്ടി കൈ നിൽക്കില്ല, വണ്ടിയുടെ ബാലൻസ് പോകും. ഒന്ന് ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ഇടിക്കും, അല്ലെങ്കിൽ സൈഡിൽ പോകുന്ന വണ്ടി ഇടിക്കും. അപ്പോൾ പിന്നെ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരെയും കൂടെ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ഡ്രൈവേഴ്സ്, ഇപ്പം തന്നെ ലോറി ഡ്രൈവേഴ്സ്, ഇപ്പോൾ തന്നെ റൈറ്റ് ട്രാക്ക് ഫാസ്റ്റ് ട്രാക്കിൽ പോകേണ്ട സൈഡിൽ ഇവർ ലോറി കയറ്റി ഓടിക്കുമ്പോൾ നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് പിടിച്ചായിരിക്കും വരിക. ഏതെങ്കിലും ഒരു കോർണർ സൈഡ് പിടിച്ച് മാത്രമേ നമ്മൾ വരുള്ളൂ. കാരണം പേഷ്യൻറ്റിന് കംഫർട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇപ്പം പേഷ്യൻറ്റ് മാത്രമല്ല, ഇപ്പോൾ ബൈ സ്റ്റാൻഡേഴ്സിനും കംഫർട്ട് വേണം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ അധികം ആടി ഉലയ്ക്കാതെ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാതെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ഒരു ട്രാക്ക് തന്നെ പിടിച്ചായിരിക്കും പോവുക. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വണ്ടികൾ പ്രോപ്പറായിട്ട് പോകാത്തത് കൊണ്ട് നമുക്ക് അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്.